ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഫുഡിന്റെ വീഡിയോ ആയിട്ടല്ല, ഫുഡുമായിട്ട് ബന്ധമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയതുമായ ഒരു വസ്തു വെച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അതിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു വസ്തുവാണ്. അത് വെച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ തുളസിയുടെ പൂവാണ്. ഇത് ഉണങ്ങിയ പൂവാണ്. നമ്മുടെ വീടുകളിലെല്ലാം തുളസി ചെടി ഉണ്ടായിരിക്കുമല്ലോ. ഈ തുളസിയുടെ പൂവ് വെച്ച് നമുക്ക് വീട്ടിലെങ്ങനെ കസ്കസ് തയ്യാറാക്കി എടുക്കാമെന്നാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറേ ഉണങ്ങിയ പൂവ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൂവെല്ലാം കൂടെ ഒന്ന് തിരുമ്മി ഇതിനകത്തുനിന്ന് ആ സീഡ്സ് എടുക്കണം. ഇതിനകത്തൊരു സീഡ്സ് ഉണ്ട്, അത് നമുക്ക് എടുക്കണം. അത് നമുക്ക് എടുക്കാം. അതായത് നമ്മുടെ തുളസിയുടെ ഉണങ്ങിയ പൂവാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് ഈ തണ്ടിൽ നിന്ന് നമുക്ക് വേർപെടുത്തി എടുക്കാം. നമുക്ക് ഈ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏതായാലും അരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇടുകയാണ്. നമുക്കിനി ഇത് എല്ലാം ഒന്ന് വേർപെടുത്തി എടുക്കാം. ഇങ്ങനെ ഇടുമ്പം തന്നെ അതിൻ്റെ സീഡ്സ് താഴോട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം അങ്ങ് താഴോട്ട് വീണോളൂ. അപ്പോൾ അതിനകത്തുനിന്ന് സീഡ്സും വരും, ഈ പൂവെല്ലാം അങ്ങ് ഈ തണ്ടിൽ നിന്ന് പോവുകയും ചെയ്യും. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ. പിന്നെ ഇത് ഫുള്ള് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കട്ടെ. എന്താ ഞാൻ എൻ്റെ പൂവെല്ലാം നന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി ഇതിൻ്റെ സീഡ്സ് എല്ലാം ഇതിനകത്തുനിന്ന് വരുന്ന പോലെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. ഞെരടിയപ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ സീഡ്സൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബേസൽ സീഡ്സ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ ഇതിനകത്ത് ഒരുപാട് സൊല്യൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറേ നല്ലതാണ്. പിന്നെന്താ ഒമേഗ 3 ഫാറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, അയൺ എന്നിവയെല്ലാം ബേസൽ സീഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ബേസൽ സീഡ്സ് ഇപ്പോൾ തിക്നറായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റെബിലൈസറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഐസ്ക്രീം, വിപ്പിംഗ് ക്രീമിലും ജെല്ലിയും ഒക്കെ തയ്യാറാക്കുമ്പം ഇതിൻ്റെ ഗമ്മ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പറയുന്നില്ല, എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവുണ്ടല്ലോ. പിന്നെ ബേസിൽ നമ്മുടെ തുളസിയില തന്നെ അറിയാമല്ലോ, നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വസ്തുവാണ് തുളസിയില. അപ്പോൾ അതിൻ്റെ ഗുണം എല്ലാം തന്നെ ഇതിൻ്റെ ഈ പൂവിലുണ്ട്. ഇതൊന്നുകൂടെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഈ പൊടിയെല്ലാം കളഞ്ഞ് അതിൻ്റെ സീഡ്സ് മാത്രമായിട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ തുളസി അതിൻ്റെ പൂവെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. നന്നായിട്ട് ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പൂവ്. ഇനിയിപ്പോൾ ആരും അതിൻ്റെ തുളസിപ്പൂ പറിച്ച് കളയുകയല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലൊരു ഉപയോഗമുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ പൂവെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പൂവാണ് കൂടുതൽ. ഇനി നമുക്ക് ഈ പൂവെല്ലാം മാറി ഇതിൻ്റെ സീഡ്സ് തന്നെയായിട്ട് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം അരിച്ചുകൊണ്ട് ഇതിൻ്റെ സീഡ്സ് കിട്ടുകയില്ല. നമുക്കിതിൻ്റെ ഈ പൂവെല്ലാം നന്നായിട്ട് കുറഞ്ഞ സീഡ്സ് ആകുന്നതിന് വരെ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ ലാസ്റ്റ് സീഡ്സ് തന്നെ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് നൂതി ഇതിൻ്റെ സീഡ്സ് തന്നെ ആക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയ പൂവായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് കിട്ടിയത്. നന്നായിട്ട് ഉണങ്ങിയത് വേണം എടുക്കാൻ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതാ നമ്മുടെ സീഡ്സൊക്കെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് എല്ലാം നന്നായിട്ട് കളഞ്ഞു. ഇത് ഒരുവിധം നല്ലതായിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ പോയി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലോട്ടിട്ട് നന്നായിട്ട് നൂതിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോയിട്ട് ഇതേ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിലെ തുളസിയല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ സീഡ് ബേസിൽ ഇനത്തിൽപ്പെട്ട ഒരു തുളസിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതും വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ ഏത് തുളസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ സീഡ്സ് ഇങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അടിയിലോട്ട് പോയ സീഡ്സ് ഇപ്പോൾ നമ്മുടെ കസ്കസ് പോലെ തന്നെ ആയിട്ടുണ്ട്. അത് മേളിൽ കിടക്കുന്നത് നമുക്ക് കാണാമല്ലോ. അതായത് അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ആ കസ്കസ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ താഴോട്ട് പോകുന്ന കാണാമല്ലോ, നമ്മുടെ അതിൻ്റെ കസ്കസിൻ്റെ പുറത്തെ ആ ജെല്ലി പോലെ ആയിട്ടുണ്ടല്ലോ, അത് കാണാമല്ലോ. ഇത് മുകളിൽ കിടക്കുന്ന ഫുൾ അങ്ങനെ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 30 സെക്കൻഡ് അത്രേ ആയിട്ടുള്ളൂ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട്.
ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കാം. അപ്പോൾ ശരിക്കാണ്. ഇപ്പോൾ കാണാൻ നല്ല വ്യക്തമായിട്ട് കാണത്തില്ല. ഇത് താഴോട്ട് പോയത് മുഴുവൻ നമ്മുടെ കസ്കസിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഒട്ടും മടി വിചാരിക്കുക, നമ്മുടെ മുറ്റത്തോട്ടിറങ്ങുക, നമ്മുടെ ബേസിൻ്റെ സീഡ്സ് പറിക്കുക, അതായത് നമ്മുടെ തുളസിയുടെ സീഡ്സ് പറിക്കുക. അത് നന്നായിട്ട് തിരുമ്മി ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സർബത്തിൻ്റെ കൂടോ എന്താ പറയുന്നത് സാലഡിൻ്റെ കൂടെ അതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം പോലെ ലെമൺ ജ്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കുടിക്കാം. നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കസ്കസ് ഉണ്ടാക്കുക. എല്ലാവരും എൻജോയ് ചെയ്ത് ജ്യൂസൊക്കെ കുടിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.